തിരുവചനം തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത്. ദൈവവചനം കേൾക്കാൻ അല്പസമയം മാറ്റിവെച്ചത് തന്നെ അത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയും അനുഭവമായിട്ടുണ്ട്. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിലൂടെ സംസാരിക്കും. ഇതൊരു ശക്തമായൊരു അനുഭവം നിങ്ങളോട് പറഞ്ഞ് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കടബാധ്യതയിൽ കഴിഞ്ഞ ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയുന്നത്, ഈ ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും, അത് വളരെ സത്യമുള്ളൊരു കാര്യമാണെന്ന് പറയാനാണ്. ദൈവം സംസാരിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാൾ, അദ്ദേഹം വലിയ കടബാധ്യതയിലായി. കൃഷിയിലൂടെയാണ് ഇത്രയും ഭാരിച്ച കടബാധ്യത അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് ഒരുപാട് കടം വന്നതിൻ്റെ പലിശ കയറി ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ അന്നേരം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം, ഏതെങ്കിലും വഴി തെളിയുമെന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം ഒരു 3 ദിവസം ഉള്ളപ്പോൾ അയാൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അയാളുടെ കാറുമായി ഊട്ടി ഭാഗത്തേക്കാണ് അദ്ദേഹം യാത്രയായത്. ആ ഊട്ടിയിലേക്ക് പോകുന്ന വഴി കുറേ ഒരു സ്ഥലത്ത് ഒരുപാട് ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അയാളുടെ കാറിൽ ഒരു ബൈബിൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ചെറിയ ബൈബിൾ, ഒരു സുവിശേഷം, ചെറിയ ബൈബിൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ അയാൾ ഇതെടുക്കുന്ന ഒരു പതിവായ വ്യക്തിക്കുണ്ടായിരുന്നു. ഒരു വിഷമം വരുമ്പോൾ ആ വചനം എടുത്തൊന്ന് വായിക്കും. ഒരു വചനം വായിച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വചനം എനിക്കൊരു ശക്തി തരാറുണ്ട്. അങ്ങനെ ഈ 3 ദിവസം മുമ്പ്, ജപ്തിക്ക് 3 ദിവസം മുമ്പ്, മരണം മാത്രം ചിന്തിക്കാൻ സമയത്ത് ഈ ദൈവവചനം എടുക്കുന്ന കാര്യം അത് എടുക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു ദിവസമായിരുന്നു. മരണം മാത്രം മുമ്പിൽ, മരിക്കണം, അതെങ്ങനെ മരിക്കണമെന്ന് മാത്രം അതിനൊരു തീരുമാനം എടുത്താൽ മതി. മരണത്തിന് മുമ്പിലെത്തി അദ്ദേഹം ഇതുപോലെ ഒരു തീരുമാനമൊക്കെ എടുത്ത് പോയി മരിക്കാൻ വേണ്ടി വില കൂടിയ വിഷമൊക്കെ മേടിച്ച് അദ്ദേഹം പോയി ഒരു കാട്ടിൽ പോയി വിഷം കഴിച്ച് ആരും അറിയാതെ മരിക്കണം, ഞാൻ അവിടെ ചീഞ്ഞഴിഞ്ഞു പോകണം, ലോകം അറിയരുത്, ഞാൻ എവിടെയാണെന്നും അറിയരുത്, അങ്ങനെയൊക്കെ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ച് അദ്ദേഹം പോയി. അദ്ദേഹം കാറിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ കാറിൽ സൂക്ഷിച്ചിരുന്ന ആ ബൈബിൾ അദ്ദേഹത്തിൻ്റെ കയ്യോ കാലോ തട്ടി അത് നിലത്തേക്ക് വീണത് ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. ആ ബൈബിൾ നിലത്തേക്ക് വീണു. കാറിൻ്റെ ഡോർ നിലത്തെ ടാറിങ് സൈഡിലേക്ക് വീണു. പക്ഷെ അതിലെ വന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അല്പം ദൂരെ നിന്ന് കണ്ടായിരുന്നു. ഇയാൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു ബുക്ക് താഴേക്ക് വീഴുന്നത് കണ്ടു. ഇദ്ദേഹം ശ്രദ്ധിച്ച് ഇയാൾ ഇത് എടുക്കാതെ ഉള്ളിലേക്ക് കയറിപ്പോയ കണ്ടപ്പോൾ ഇതെന്തെങ്കിലും വിലയുള്ളൊരു പുസ്തകമായിരിക്കും വിചാരിച്ച് ഈ പുസ്തകം ഇതെടുത്ത്, ആ ഒരു തമിഴ്നാട്ടുകാരനാണ്, അയാളെടുത്ത് ഇയാളുടെ പുറകെ കയറി ചെന്നു. അപ്പോൾ ഇയാൾ കുറച്ച് മുന്നേ പോകുമ്പോൾ ഒരാൾ പുറകെ വരുന്നു. അയാൾ എന്തോ പറയുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ തമിഴിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഒരു പുസ്തകം താഴെ പോയിട്ടുണ്ട്, തരാൻ വന്നാന്ന് പറഞ്ഞു. അപ്പം ബൈബിൾ, ഇതേ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് നിങ്ങളുടെ കാറിൻ്റെ ഡോറ് നിങ്ങൾ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കയ്യോ കാലോ തട്ടി വീണതാണ്, ഞാനത് എടുത്തു തന്നത് പുസ്തകം. അയാൾക്ക് ഇത് ബൈബിളാണെന്ന് മനസ്സിലായി. ഒരു പുസ്തകം, ഒരു ബുക്ക്, വിലയുള്ള എന്തോ ഒരു ബുക്കാണെന്ന് വിചാരിച്ച് കൊണ്ട് കൊടുത്തതാണ് നല്ല മനുഷ്യൻ. അയാൾ അവിടെ ഇരുന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ലൂക്ക 1:37. അതാണ് ദൈവവചനം സംസാരിച്ചതായിട്ട് അദ്ദേഹം തോന്നിയത്. അയാൾ വെറുതെ ബൈബിൾ എടുത്ത് ഇങ്ങനെ തുറന്നപ്പോൾ അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, അയാൾ തന്നെ എപ്പോഴോ പേന കൊണ്ട് വരച്ചിട്ടിരിക്കുന്നൊരു വാക്കാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അയാൾ ആ ബൈബിള് പെട്ടെന്ന് അടച്ചിട്ട് മുറുക്ക പിടിച്ചിട്ടപ്പോൾ ആ ബൈബിളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ അയാൾ പറയുന്ന പോലെ, നിൻ്റെ കടമൊക്കെ ദൈവം വീട്ടും. ഇയാളിത് കേൾക്കുവാണ്, ഈ ബൈബിളിൽ നിന്ന് കേൾക്കുവാണ്, നിൻ്റെ കടമൊക്കെ മാറും, നിൻ്റെ കടമൊക്കെ വീട്ടാൻ പറ്റും. ഇയാൾ ആ ഒരു ബലത്തിൽ ഇയാൾ താഴേക്ക് വന്ന് അയാൾ ആ വാഹനത്തിൽ തന്നെ കയറി അയാൾ നേരെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നൊക്കെ തിരിഞ്ഞ് നേരെ വീട്ടിൽ വേറൊരു മനുഷ്യനായി പെട്ടെന്ന് നല്ല പ്രത്യാശയോടെ വീട്ടിൽ പോവാണ്. അയാളുടെ കടബാധ്യതകളൊക്കെ മാറ്റാൻ അദ്ദേഹത്തിൻ്റെ നാളുകളായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന, ഒരിക്കലും വിൽക്കാൻ സാധിക്കില്ല എന്നും പലരും അതിന് ഉടക്ക് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം നല്ലൊരു വിലയ്ക്ക് ആ സമയത്ത് വിൽക്കാനിടയാവുകയും സാമ്പത്തിക പ്രതിസന്ധി മാറുകയും സാമ്പത്തികമായ ഭദ്രതയിൽ ഇപ്പോൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്നുവെച്ചാൽ, ബൈബിളിൽ അക്ഷരങ്ങളുടെ രൂപത്തിൽ കണ്ട ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും, നമ്മളോട് പറയും, ദൈവം നമ്മളോട് പറയും, ദൈവം നമ്മളോട് മിണ്ടും. അത് നമ്മളെല്ലാവരോടും മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം മിണ്ടുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ചില സങ്കടങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മളോട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ദൈവം നമ്മളോട് പറയും.
നിൻ്റെ കടം മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ചിലപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലും വിഷമത്തിലും ഒക്കെ ഇരുന്ന് കേൾക്കുമായിരിക്കും. ഇച്ചിരി നേരം ദൈവവചനം കേൾക്കാമെന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇപ്പോൾ ഒരു ടി വിയുടെ മുമ്പിലും അല്ലെങ്കിൽ ശാലോൺ ടി വി തുറന്നൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ഒരുപക്ഷെ ദൈവം നിങ്ങളോട് ദൈവം വചനത്തിലൂടെ പറയാണ്, ഏത് പ്രശ്നം തകിടം മറിഞ്ഞ പ്രശ്നമാണെങ്കിലും അത് മാറ്റാൻ ദൈവത്തിന് ഒരു മിനിറ്റ് പോരെ. ഏത് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിലും ദൈവം തൊട്ടാൽ ഒരു സെക്കൻഡ് മതി മാറാൻ, ഒരു രാത്രി പോലും വേണ്ട. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ 10 ദിവസം വേണ്ട നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, ഒരു മണിക്കൂർ വേണ്ട, ഒരു സെക്കൻഡ് മതി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തൊട്ടാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും. ഒരുപക്ഷെ ബുദ്ധി പറയും ഒന്ന്, നമ്മളെ വിശ്വാസം പറയും. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ബുദ്ധി അന്നേരം പറയാൻ തുടങ്ങിക്കൊണ്ടിരിക്കും, അത് നടക്കുകയില്ല, അത് ശരിയാവുകയില്ല, അത് അങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിങ്ങനെയാവുള്ളൂ. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. വിശ്വാസം എന്നാ പറയുന്നതെന്ന് കേൾക്കണം, അത് കേൾക്കണം. വിശ്വാസം നമ്മളോട് പറയും പ്രശ്നങ്ങൾ മാറും, നല്ലൊരു ജീവിതമാണല്ലോ നിനക്ക് കർത്താവ് കാണിച്ചു തരുന്നത്, നല്ലൊരു അനുഗ്രഹമാണല്ലോ നിനക്ക് കിട്ടുന്നത്, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. അത് വിശ്വാസം പറയുന്നതാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം കേൾക്കുന്നത് ബുദ്ധിയുടെ വാക്കായിരിക്കും. അബ്രാഹവും സാറായും മക്കളില്ല, മക്കളുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉള്ളപ്പോൾ 100 വയസ്സായിട്ട് മക്കളില്ലാതിരുന്നപ്പോൾ അവരുടെ ബുദ്ധി പറഞ്ഞതെന്നറിയോ, ഇനി സാധ്യതയില്ല, ഇനി മെഡിക്കൽ സയൻസിനൊന്നും ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇമ്പോസിബിളാണ്. ബുദ്ധി അങ്ങനെയാണ് പറഞ്ഞേ. ബുദ്ധി പറയുന്നതും വിശ്വാസം പറയുന്നതും രണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധി പറയുന്നതല്ല, വിശ്വാസം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വാസം പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളോട്, ഒരു മനുഷ്യൻ നമ്മളോട് പറയുന്ന പോലെ നമ്മളോട് പറയും. ഇനി ശ്രദ്ധിച്ച്, ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പറയുന്നത്, നമ്മളോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട് ചിലരിലൂടെ. അത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. അത് കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും. ഒരു വഴിയേ മറയുന്നുള്ളൂ. ദൈവം സംസാരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളും കൗൺസിലേഴ്സും ഒക്കെ ഒത്തിരി പരിശുദ്ധാത്മാവിന് കൃപയുള്ളവരുണ്ട്. അവർ നമ്മളോട് പറയും ദൈവത്തിൻ്റെ വാക്ക്. അയാളുടെ അടുത്ത് പോയിരുന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദൈവം അയാളോട് പറയും. അത് സത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ സ്വരം അങ്ങനെ കേൾക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച് ഒരു ദൈവവചനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ജോസഫിനെ കുറിച്ചാണോ? ഇഷ്ടംപോലെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ജോസഫിനെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളത് മുഴുവൻ കാണാപ്പാടം ഒരു കഥ പോലെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരും. കാരണം ജോസഫ് എന്ന വ്യക്തി ആരാണ്, എന്താണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാവരും പൊട്ടക്കണറ്റിലിട്ടു. ഇതൊന്നുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ജോസഫിന് ലഭിച്ച ഒരു വാഗ്ദാനമുണ്ട്. ജോസഫിന് എപ്പോഴാണ് ഈ വാഗ്ദാനം കിട്ടിയത്? ജോസഫിന് കിട്ടിയ വാഗ്ദാനം 37-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് 5-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ മതി. 37-ാം അധ്യായം 5-ാമത്തെ വാക്യം. ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. നമ്മൾ കാണുന്നൊരു സ്വപ്നമായിട്ട് ഇതിനെ സാധാരണ ഒരു സ്വപ്നത്തിൻ്റെ കാറ്റഗറിയിൽ ഇതിനെ പെടുത്തരുത്. ഈ സ്വപ്നത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്വപ്നത്തിലൂടെയാണ് ജോസഫിനോട് ദൈവം സംസാരിച്ചത്. ദൈവം സംസാരിച്ച കാര്യം ഇതാണ്. ഇങ്ങനെ ഒരു മെസ്സേജാണ് കൊടുത്തത്. കണ്ട സ്വപ്നത്തിലൂടെയാണ് ഈ മെസ്സേജ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. തൻ്റെ പറമ്പിലെ നടത്തുന്ന കൃഷി മേഖലയിൽ ഗോതമ്പിൻ്റെയോ നെല്ലിൻ്റെയോ കതിര് കൊയ്തെടുക്കുന്ന സമയത്ത് ജോസഫ് കാണുവാണ് സ്വപ്നത്തിൽ. ജോസഫ് കൊയ്തെടുത്ത കറ്റ മാത്രം അതിൻ്റെ കതിരുകളോടുകൂടെ നേരെ നിൽക്കുന്നു. ബാക്കി സഹോദരന്മാരും ജോലിക്കാരൊക്കെ കൊയ്തെടുത്ത കറ്റ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കുത്തിവെക്കും. അത് എല്ലാം സാധാരണ അതിൻ്റെ ധാന്യത്തിൻ്റെ കനം കൊണ്ട്, ഭാരം കൊണ്ട് അതിങ്ങനെ വളഞ്ഞ് നിൽക്കത്തുള്ളൂ, താഴ്ന്ന് നിൽക്കത്തുള്ളൂ, കുനിഞ്ഞ് നിൽക്കത്തുള്ളൂ. ജോസഫ് കണ്ട സ്വപ്നത്തിൻ്റെ പ്രത്യേകത, ഈ ധാന്യമണികൾ ഇതാ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ആകാശത്തെ നോക്കി നേരെ നിൽക്കുകയാണ്. ജോസഫ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുമിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കറ്റ നെല്ലോ ഗോതമ്പോ ഇങ്ങനെ കൊയ്തെടുത്ത് ഞാനത് വെച്ചപ്പോൾ എൻ്റെ കറ്റ മാത്രം അത് നേരെ നിന്നു. നിങ്ങൾ കൊയ്തെടുത്ത് അടുക്കി വെച്ചതൊക്കെ ഇങ്ങനെ വാടി തളർന്നും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇവർ കളിയാക്കി ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളെല്ലാവരും നിന്നെ ഇങ്ങനെ കുമ്പിട്ട് ആരാധിക്കുമെന്നാണോ നീ പറയുന്നേ എന്ന് ചോദിച്ചു. ഒന്ന് കളിയാക്കി. അവരുടെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. ഇവൻ വലിയ ആളാകുന്നതാണോ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് അവർ ഉള്ളിൽ ചിന്തിച്ചു. വീണ്ടും മറ്റൊരു സ്വപ്നം ജോസഫ് കണ്ടു. സ്വപ്നം കണ്ടത് ഇതാണ്: സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജോസഫിനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അപ്പോൾ അപ്പൻ ചോദിച്ചു, ഞങ്ങളൊക്കെ നിന്നെ ആരാധിക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്?
എന്തായാലും ഇതിന് മറുപടി കൊടുത്തില്ല. പക്ഷേ ഒരു കാര്യം കേട്ടോ, ജോസഫിന് ദൈവം കൊടുത്ത മെസ്സേജ്, നീ വലിയൊരാളാകാൻ നിനക്കൊരു ദൈവത്തിൻ്റെ ക്ഷണമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഒരു വാഗ്ദാനം കൊടുക്കുക. പക്ഷേ അവന് കിട്ടിയത് എന്തൊക്കെയാണ്? കിട്ടിയത് പൊട്ടക്കിണറാണ്. ആദ്യം കിട്ടിയത് സഹോദരന്മാർ തള്ളിയ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടതാണ്. പിന്നെ കിട്ടിയത് അടിമ ജോലിയാണ്. പിന്നെ കിട്ടിയത് പട്ടിണിയാണ്. പിന്നെ ഒരു വിഷമവും വേദനയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്തുകൊണ്ട് ദൈവം ഈ മെസ്സേജ് കൊടുത്തില്ല? എന്തുകൊണ്ട് ഈ മെസ്സേജ് കൊടുത്തില്ല? ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പറയാൻ പാടില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പൊട്ടക്കിണർ ഇങ്ങനെ ഉണ്ട്, നീ അതിൽ വീഴാൻ സാധ്യതയുണ്ട്, നിൻ്റെ ഒരു സഹോദരന്മാരിൽ ഒരാളായിരിക്കും തള്ളിയിടുന്നത്, നിന്നെ ഇങ്ങനെ അടിമ ജോലിക്ക് വിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ല, നീ ഇപ്പോൾ വലിയൊരു സങ്കടമൊക്കെ വലിയൊരു പ്രശ്നത്തിലൂടെ നീ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊരു മെസ്സേജ് ദൈവം കൊടുത്തില്ല. ദൈവം കൊടുത്ത വാക്ക് നോക്കിയേ, നീ വളരും, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്, നീ അതിന്. അപ്പം ജോസഫ് എന്തുകൊണ്ടാണ് ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പം ടെൻഷനാവാഞ്ഞേ? ജോസഫിനൊരു ബോധ്യം ഉണ്ടായിരുന്നു, എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ വാഗ്ദാനം നീ ഒരു വലിയ ആളാവുമെന്നാണ്. ആ വാഗ്ദാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ചില പൊട്ടക്കിണറ്റിൽ വീഴേണ്ട സാഹചര്യങ്ങളുണ്ടായി. ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് ചിലർ ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു വലിയ ഒരാളാവും കേട്ടോ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ചിലപ്പോൾ വീടില്ലാത്തൊരു സമയത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും പറയുന്നത്, നല്ലൊരു വീട് കർത്താവ് കാണിച്ചു തരുന്നുണ്ടല്ലോ. ചിലപ്പോൾ ജോലിയില്ലാതെ പൈസ ഇല്ലാണ്ട് വളരെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും പറയണത്, ഇതൊക്കെ മാറി മറിയും കേട്ടോ, നല്ലൊരു ജോലി വിദേശ ദൈവം ഒരുക്കി തരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ നാളെ തന്നെ നോക്കുമ്പോൾ ആ ജോലി വന്നില്ലെന്നിരിക്കും. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വീട് വന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആകെ ഒരു സങ്കടമാണ്, പ്രശ്നമാണ്, വീണ്ടും കടമാണ്, പട്ടിണിയാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ചുമ്മാ കൗൺസിലർ തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കും. എന്നാൽ ശ്രദ്ധിച്ചേ, നമ്മളോട് ദൈവത്തിൻ്റെ വാക്ക്, ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ മാറുമെന്ന് ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ അത് നടക്കും. ദൈവം മനുഷ്യൻ്റെ വാക്ക് പോലെ വാക്ക് പറയുന്നവനല്ല. മനുഷ്യൻ്റെ വാക്കും ചാക്കും ഏകദേശം കറക്റ്റാണ്. ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന ആൾക്കാരാണ്. നമുക്ക് തന്നെ അറിയാം, അയാൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം നാളെ പറഞ്ഞില്ല എന്ന് പറയും, പിന്നെ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയും. നമ്മളാകെ വിഷമിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക്, ദൈവവചനം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ്. ഞാനൊരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞതാണ്, അയാളുടെ വീടിൻ്റെ ഷേപ്പൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. വീടിൻ്റെ ഷേപ്പോ ഇപ്പോഴത്തെ സാഹചര്യം അറിയില്ല. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചത് നല്ല ഒരു 2 നില വീടാണ് കാണിച്ചു തന്നത്. 2 നില വീടാണ്. അയാൾ പറഞ്ഞു, ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്, ഒരിക്കലും നടക്കില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലും വരത്തില്ല. പിന്നെ അതിനാവശ്യമായ ഒരു വീട് പണിയാൻ ആവശ്യമായ സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം തന്നെ അതിന് പറ്റിയൊരു സ്ഥലമല്ല. എല്ലാ രീതിയിലും പോസിബിൾ അല്ലാത്തൊരു സ്ഥലത്താണ്. മെസ്സേജ് 2 നില വീടാണ്. പ്രിയപ്പെട്ടവർ, എന്നാൽ ഇന്ന് അതിന് പറഞ്ഞതിന് ശേഷം 3-3.5 വർഷങ്ങൾക്ക് ശേഷം ആ വീട് ഇന്ന് 2 നിലയുള്ള ഒരു വീടാണ്. വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന വീടാണ്. ആ വീട് ഞങ്ങളുടെ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയുടെ വീടാണ്. ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ, ആരിലൂടെയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വാക്ക് പാലിക്കും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ജോസഫിനോട് ദൈവം ഒരു വിഷമിക്കുന്ന വാക്ക് പറയാഞ്ഞേ? നിനക്കൊരു പൊട്ടക്കിണറും ഒരു വിഷമമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നല്ലല്ലോ പറഞ്ഞേ, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കുറേ കൗൺസിലേഴ്സ് പറഞ്ഞ വാക്ക് കേട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില കൗൺസിലേഴ്സ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഒരു സങ്കടം വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു ദുഃഖമാണല്ലോ കാണിക്കുന്നത്, ഒരു തകർച്ച കാണിക്കുന്നുണ്ടല്ലോ, അത് കേട്ട് വിഷമിച്ചിരിക്കുക. ഒരു ദുഃഖമാണ് വരുന്നെങ്കിൽ നമുക്കറിയാം, എവിടെ പരീക്ഷയുണ്ടെങ്കിലും ഒരു പ്രൊമോഷനും കൂടിയുണ്ട്. അത് ഒരു കൗൺസിലർ നമ്മളോട് പറഞ്ഞിരിക്കുക, ഒരു സങ്കടമാണെന്ന് പറഞ്ഞാലും വിഷമിക്കരുത്. നമ്മളിപ്പോൾ ഓണപ്പരീക്ഷ എഴുതിയാൽ, അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ എഴുതി, ഒരു വലിയ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ വീണ്ടും ഇരിക്കുമല്ല. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയാണ് പരീക്ഷ എഴുതിയെങ്കിൽ നമ്മൾ പിന്നെ പോകുന്നത് 2-ാം ക്ലാസ്സിലേക്കാണ്, പ്രൊമോഷനാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ സഹനങ്ങൾക്കും നമുക്കൊരു പ്രൊമോഷനും കൂടിയുണ്ട്. പ്രൊമോഷൻ ഇതാ, ജോസഫ് അനുഭവിച്ച ഓരോ സഹനത്തിനും ഒരു പ്രൊമോഷൻ കിട്ടി, ഒരു കയറ്റം കിട്ടി, ഒരു ഉയർച്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും സങ്കടത്തിലൂടെയോ വിഷമത്തിലൂടെയോ ഒക്കെ ഇനി ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഒരു സങ്കടം വരുന്നുണ്ട് കേട്ടോ, ഒരു കുറച്ച് നാളത്തേക്ക് വലിയ ഉയർച്ചയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും പേടിക്കരുത്. ദൈവം നമുക്ക് നല്ലത് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് നല്ലത് തരാനാണ് ഇഷ്ടപ്പെടുന്നത്.
നമ്മുടെ ജീവിതം തകർന്നു കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ എന്നെ അറിയുന്ന പലരും എൻ്റെ ജീവിതം തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, അത് നമുക്കറിയില്ല. പക്ഷേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഒരു നല്ല ലൈഫാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു ജീവിതമാണ് ദൈവം സ്വപ്നം കാണുന്നത്. ദൈവം നമുക്ക് തരുന്നത് ഒരു ഉയർച്ചയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവവചനത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. ജോസഫിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, നീ വലിയൊരാളാകും, നിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കും. ഈ ദൈവവചനം വായിച്ചു നോക്കിക്കോ. ഈ വചനത്തിൻ്റെ കുറച്ച് അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി മാറി. ഇനി ശ്രദ്ധിച്ച്, ജോസഫ് ആരാണ്? ജോസഫ് ഒരു സാധാരണ കുടുംബത്തിലെ ഒരാളാണ്. ജോസഫ് ഒരിക്കലും ഈജിപ്തിൻ്റെ അധിപനാകാൻ സാധ്യതയില്ല. കാരണം ഒരു കൊട്ടാരത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കിയോ. ഒരു രാജാവ് ഭരണത്തിലിരിക്കുമ്പോൾ കുറേ പേര് അടുത്ത രാജാവാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചിരിക്കും. ഒരുപാട് പേര് എങ്ങനെയേലും അവിടെ കയറി പറ്റാനുള്ള ഒരു കളി കളിക്കും. കുറേ രാഷ്ട്രീയം അതിൻ്റെ പുറകിൽ കാണും. എവിടെ 10 പേരുണ്ടോ അവിടെ രാഷ്ട്രീയം കാണും, ഒരു കളി കാണും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്തും ഇതിനൊന്നും വലിയ കുറവുണ്ടാവത്തില്ല. അന്ന് നന്നായിട്ട് ഈ സ്ഥാനത്തെത്താൻ വേണ്ടി പലരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടാകും. ജോസഫ് എങ്ങനെ അവിടെ എത്തി? ജോസഫ് ഒരിക്കലും ആ സ്ഥാനത്തെത്താൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെല്ലാം പ്രതികൂലം ഉണ്ടായാലും ദൈവം അത് നടത്തി തരും. അതുകൊണ്ടാണ് ഈ സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പക്ഷി കാക്കയാണ്. ഏലിയ പ്രവാചകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കാക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് രാവിലെയും വൈകിട്ടും അപ്പം കൊണ്ടുതരും. ഇന്നുവരെ ലോക ചരിത്രത്തിൽ കാക്ക ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതായി ഒരു മതഗ്രന്ഥത്തിലും കേട്ടിട്ടില്ല. നമ്മുടെ ബൈബിളിൽ കാക്ക കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ദൈവം എന്തുറപ്പിലാണ് ഈ കാക്കയോട് ദയിപ്പിച്ചത്? പിന്നെ നമ്മളാണ് ഏലിയ പ്രവാചകൻ വേണേ ചിന്തിക്കായിരുന്നു, കാക്ക ഇപ്പോൾ എനിക്കെങ്ങനെയാണ് ഭക്ഷണം കൊണ്ട് തരിക? പക്ഷെ നമ്മളെല്ലാം ചിന്തിക്കില്ലേ, കാക്കയ്ക്ക് അരി ഉണ്ടാക്കാൻ അറിയാവോ, നെല്ല് കൃഷി ചെയ്യാൻ അറിയാവോ, കാക്ക എങ്ങനെ ഇത് കൊയ്തെടുക്കും, കാക്ക ഇതെങ്ങനെ പൊടിക്കും, ഇതെങ്ങനെ കുഴച്ചു വെക്കും, ഇതെങ്ങനെ ചുട്ടെടുക്കും, ഇതെങ്ങനെ കൊണ്ടുത്തരും? ദൈവം പറഞ്ഞു. നമ്മളെപ്പോഴും ചിന്തിക്കും എങ്ങനെയാണ് നടക്കുക. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ബുദ്ധി പറയുന്നേ കേൾക്കുള്ളൂ. ബുദ്ധി നമ്മളോട് പറയും, പിന്നെ കാക്കയൊന്നും ഭക്ഷണം കൊണ്ട് തരികയില്ല കേട്ടോ, അതോർത്തിരി നിങ്ങൾ പട്ടിണി കിടക്കുകയുള്ളൂ നമ്മളാണെ പറയും. നിങ്ങൾ വേറെ എന്തെങ്കിലും കരുതിക്കോണം കേട്ടോ, ഒരു മുൻകരുതൽ ഉണ്ടായിക്കോണം എന്ന് പറയും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് ചാടി പറയും, ഒരിക്കലും നടക്കില്ലത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ബൈബിൾ വചനം ഞാൻ എടുക്കുന്നില്ല, കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ കൽപ്പിക്കാം, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നല്ല, കൽപ്പിച്ചിട്ടുണ്ട്, നേരത്തെ നടന്ന കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമുക്കുള്ളത് നമ്മുടെ ഉയർച്ച, നമ്മുടെ കുടുംബത്തിലെ പ്രശ്ന പരിഹാരം, നമ്മുടെ കുടുംബത്തിലെ ചില രോഗസൗഖ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ചില ബന്ധനങ്ങൾ, അതൊക്കെ മാറാൻ ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്. ഒരു സാധ്യതയുമില്ലാത്ത കാര്യമായിരിക്കും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ബുദ്ധി പറയുന്നതൊന്ന്, നമ്മുടെ വിശ്വാസം പറയുന്നതൊന്ന്. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശ്വാസത്തിൻ്റെ വാക്കേ പറയാവുള്ളൂ. ബുദ്ധിയുടെ വാക്കെടുത്ത് നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത്. ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് ചില ആൾക്കാർ പറയില്ലേ, അയ്യോ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളോ, ജോലി കിട്ടില്ല കേട്ടോ. അത് ബുദ്ധിയുടെ വാക്കാണ്. ചില ആൾക്കാർ നമ്മുടെ വീടിൻ്റെ ഭംഗിയും നമ്മുടെ വീടിൻ്റെ പാരമ്പര്യവും നോക്കിയിട്ട് പറയും, കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല. നമ്മളത് കേട്ട് വിഷമിച്ച് തല കുനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. അത് നമ്മുടെ ബുദ്ധിയുടെ വാക്കാണ്. അഭിപ്രായം പറയുന്ന ആളുകളെ ശ്രദ്ധിച്ച് വിഷമിച്ചിരിക്കരുത്. നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടില്ല, കല്യാണം നടക്കില്ല, വീട് ശരിയാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും, ഇതായിരിക്കും സംഭവം, ജോലിയൊന്നും ഇനി ഈ പ്രായത്തിൽ കിട്ടുമോ. നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞതനുസരിച്ച് വിഷമിച്ചിരിക്കാനല്ല അതിനെ നമ്മൾ ഇനി ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസം ദൈവം നമ്മളോട് പറയും. എന്തായിരിക്കും ദൈവം പറയുന്നത്? ദൈവം ഒരിക്കലും നമ്മളെ നോക്കിയിട്ട് പറയില്ല നിനക്കൊരു ജോലി കിട്ടില്ല കേട്ടോ, നിൻ്റെ കല്യാണം. അത് ദൈവത്തിൻ്റെ വാക്കല്ല, അത് വിശ്വാസത്തിൻ്റെ വാക്കല്ല. വിശ്വാസത്തിൻ്റെ വാക്ക് ഏത് പ്രശ്നത്തിൽ നിന്നും കരകയറാൻ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മാറും, എല്ലാം ശരിയാകും. അതെത്ര കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണേലും. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്, ജോസഫിന് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു, നീ ഉയരും. ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ടെങ്കിലോ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട്, നമ്മൾ ഉയരും. അതെങ്ങനെയാ? കാക്ക എങ്ങനെ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും.
കാക്ക അങ്ങനെ കൊടുത്തിട്ട് അറിവില്ലല്ലോ. അങ്ങനെ ഞാൻ ഏത് പുസ്തകത്തിലും വായിച്ചിട്ടില്ല കേട്ടോ, എവിടെയൊന്നും എനിക്കറിയാൻ പാടില്ല. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. എങ്ങനെ ഉയരും? എനിക്കങ്ങനെ വീട് വെക്കാൻ പറ്റുമോ? ജോലി കിട്ടുമോ? കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ? ഞങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമോ? ഞങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവുമോ? അതെങ്ങനെയെന്ന് ചോദിക്കരുത്. അതെങ്ങനെയെന്ന് ചോദിക്കുന്നതും അതിന് കിട്ടുന്ന മറുപടിയും ബുദ്ധിയുടേതാണ്. ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ജോസഫിൻ്റെ അനുഭവം അതല്ലേ. ജോസഫിനോട് ദൈവം പറഞ്ഞത് നീ വളരും ഉയരും. അതുകൊണ്ട് അതിന് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗം എത്തുകയാണ്. ഞാൻ ഭാവനയിൽ കാണുകയാണ്, ജോസഫിനെ സഹോദരന്മാർ തള്ളിയിട്ടു. പൊട്ടക്കിണറ്റിലേക്കാണ് തള്ളിയിട്ടത്. ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ട് ജോസഫിന് കയ്യും കാലും ഒടിഞ്ഞിട്ടില്ല. സാധാരണ ഒരു കുഴി വീണാൽ തന്നെ നമ്മുടെ കാലൊളുക്കും, അല്ലെ കാലിന് പൊട്ടലുണ്ടാവും, എല്ല് പൊട്ടും, ദേഹം മുറിവേൽക്കും. എന്തുകൊണ്ട് ജോസഫിന് ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോഴും ഒന്നും പറ്റിയില്ല? പറ്റിയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. പിന്നെ അവർ പൈസയ്ക്ക് വിറ്റു, അവനെ നടത്തിക്കൊണ്ട് പോയി എന്നാണ്, അടിമയെ ജോലിക്കായിട്ട് കൊണ്ടുപോയി എന്നാണ്. എന്തുകൊണ്ട് ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും ഒന്നും പറ്റിയില്ല? അത് ഞാൻ ഭാവനയിൽ കണ്ടൊരു കാര്യമാണ്, ബൈബിളിലില്ല. ജോസഫിൻ്റെ സഹോദരന്മാർ തള്ളിയിട്ട ഒരു കയ്യെ ബൈബിളിൽ കാണുന്നുള്ളൂ, തള്ളിയിട്ടു. പക്ഷെ ഞാൻ കാണുകയാണ്, ജോസഫിനെ ആ കിണറ്റിലിറങ്ങിയിട്ട് അവൻ്റെ ദേഹം ആ പൊട്ടക്കിണറ്റിലെ പാറയിലോ മണ്ണിലോ ഒന്ന് ഇടിച്ച് പരിക്ക് പറ്റാതിരിക്കാൻ വേറൊരു കരം അതിനാ നിലത്ത് തൊടുന്നതിന് മുമ്പ് താങ്ങി നിർത്തിയിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മളെ തള്ളിയിടുന്ന കുറേ പേരുടെ കയ്യേ കണ്ടിട്ടുള്ളൂ. താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ കരം കണ്ടിട്ടുണ്ടോ? നമ്മളത് കണ്ടിട്ടുണ്ടോ? അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നൂൽപ്പാലത്തിലൂടെ കടന്നു പോയപ്പോഴും വലിയ പ്രശ്നത്തിലൂടെയും കടബാധ്യതയിലൂടെയും കടന്നു പോയപ്പോഴും നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട്. അതാ ഇപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്, നമ്മളിപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തള്ളിയിട്ട കരത്തെ ഓർത്ത് നമ്മളിനി പല്ലും കടിച്ച് അവരുടെ നേരെ ചെല്ലണ്ട. ജോസഫ് തന്നെ തള്ളിയിട്ടവരുടെ മുഖത്തേക്ക്, നീ എന്നെ തള്ളിയിട്ടില്ലേ, നീ എന്നെ താഴേക്കിട്ടില്ലേ, അവരുടെ അടുത്തേക്ക് ചീറ്റപ്പുലി പോലെ ചീറ്റി ചെല്ലുകയല്ല ചെയ്തത്. താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാനും ഇതൊരു അനുഭവത്തിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ വിഷമ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായി ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് ഞാൻ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു സാധാരണ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ആരൊക്കെ നിങ്ങളെ തള്ളിയിട്ടാലും നിങ്ങൾ ചെന്ന് വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാകട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആയിരിക്കട്ടെ ഇത്. അതായത് നമ്മളെ പലരും തള്ളിയിട്ടിട്ടുണ്ട്. തള്ളിയിട്ടതിൽ നമ്മൾ വിഷമിക്കേണ്ട. അതിനേക്കാൾ ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്, നമ്മളെ താങ്ങിയ ആ ഏത് പൊട്ടക്കിണറ്റിലും താങ്ങി നിർത്തിയ ഒരു ദൈവകരം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കളെ താങ്ങിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ സാമ്പത്തികമായി ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെയാകും എന്നറിയാവുന്നപ്പം താങ്ങിയൊരു കരം നമുക്കുണ്ട്. പോയി മരിച്ചാലോ, ഇങ്ങനെ ജീവിക്കണോ, എങ്ങനെ മുന്നോട്ട് പോകാനാ? അങ്ങനെ ചിന്തിച്ചപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് ഒരാളുടെയും കരമല്ല, ഒരു മനുഷ്യൻ്റെ കരമല്ല, ദൈവത്തിൻ്റെ കരം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും താങ്ങുന്ന ഒരു ദൈവകരമുണ്ട്. ഇന്ന് കേട്ട വചനം മറക്കരുത്. ജോസഫിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത് ഒരു പൊട്ടക്കിണർ കാണുന്നു എന്നല്ല, ഒരു വലിയൊരു അടിമപ്പണി കാണുന്നു, നീ കുറേ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു എന്നല്ല, നിനക്കൊരു നല്ല ഉയർച്ചയുണ്ട്. ഇത് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതനുസരിച്ച് വിഷമിച്ചിരിക്കരുത്. നമ്മളെക്കുറിച്ച് ദൈവം നല്ലത് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉയർച്ച, നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെ നിങ്ങളോട് ദൈവമാണ് പറയുന്നതെന്ന് പറഞ്ഞ് കേട്ടോ, നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട്. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ ഒരു നല്ല കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ കേട്ടോ, ഈ വചനം കേട്ടാ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്കൊരു പൊട്ടക്കിണർ മാത്രമല്ല, നമ്മളെ ദൈവം ഉയർത്തുന്നൊരു അനുഭവം ഉണ്ടാവും. നമ്മളെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും താങ്ങിയൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. ആ ഒരു കരത്തെ നമുക്ക് ഓർക്കാം. മനുഷ്യൻ്റെ കരത്തിൽ അഭയം പ്രാപിക്കേണ്ട. മനുഷ്യൻ ഇന്ന് കൈയടിച്ചാൽ നാളെ അത് നമുക്കെതിരെ കൈ ചൂണ്ടുന്ന കരമായിട്ട് ചിലപ്പോൾ മാറും. ഇന്ന് നമ്മളെ നോക്കി നല്ലൊരു കാര്യത്തിന് കൈയടിച്ച് തരും. നാളെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നേരെ ചൂണ്ടുവിരൽ കൊണ്ടിട്ട് കടുപ്പിച്ച മുഖത്തോടെ നമ്മളെ നോക്കും. ആ കരത്തിൽ നമ്മൾ അധികം ആശ്രയവും വിശ്വാസവും വെക്കണ്ട. പക്ഷെ നമ്മളെ നോക്കി നമുക്കെപ്പോഴും താങ്ങുന്ന, കരുതുന്ന, സംരക്ഷിക്കുന്ന, എന്നൊരു കെയർ നൽകുന്ന ഒരു കരം, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. അതാ നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അതാ, നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം അതാ. മനുഷ്യൻ്റെ കരമല്ല, ദൈവത്തിൻ്റെ കരം. ആ ഒരു നല്ല ബോധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. അതിനുള്ള വലിയൊരു കൃപ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ തരട്ടെ. ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. വചനത്തിലൂടെ നിങ്ങൾക്കൊരു ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം ലഭിക്കാൻ ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.